അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ 2 ഇൻഗ്രീഡിയൻ്റാണ്. ഒന്ന് ഇത്രത്തോളമുള്ള നമ്മുടെ പച്ചമുളക്. ഇതിൽ ഏത് പച്ചമുളകും നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതായത് നമ്മുടെ കാന്താരി മുളക് വരെ ഉപയോഗിക്കാം, ഒരു വിഷയമില്ല. ഓക്കെ. രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്രത്തോളം നമ്മുടെ വാളം പുളിയാണ്, സാധാരണ നമ്മുടെ പുളി. ഓക്കെ. ഏകദേശം ഇത്രത്തോളം പുളി നമുക്ക് എടുക്കുക. ഒരു അംശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കുണ്ടാവും, ഇത്രയും പുളിയും അല്ലെങ്കിൽ ഇത്രയും മുളകൊക്കെ ആകുമ്പോൾ ഒരുപാട് എരിവൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പുളിയും ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പേടിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പുളിയും ഉണ്ടാകത്തില്ല, ഒരുപാട് എരിവും ഉണ്ടാകത്തില്ല. എല്ലാം നല്ല രീതിയിൽ മാത്രം ഒരു കോമ്പിനേഷൻ വന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഉഗ്രൻ റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പുളി എടുത്തിരിക്കുന്ന ഈ പുളിയിലേക്ക് നമുക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രത്തോളം പുളി തന്നെ എടുക്കുക. അതിനുശേഷം ചെറു ചൂടുവെള്ളം ഇതുപോലെ നമുക്കൊഴിക്കാം. അപ്പോൾ അത് ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇത് ശരിക്കും മെൽറ്റാവും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതുപോലെ ശരിക്കും കൈകൊണ്ട് ശരിക്കും ഞെരടിയെടുക്കുക. കാരണം ഇതിൻ്റെ അകത്ത് കുരുവൊക്കെ കാണുമല്ലോ, ആ കുരുവൊക്കെ ഒന്ന് മാറ്റി നമുക്കിതിൻ്റെ എസൻസ് മാത്രമായിട്ട് ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കുരുവൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള പുളിവെള്ളം നമുക്ക് കിട്ടും. നല്ല തിക്കായിട്ടുള്ളത് തന്നെ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മുളക് ചെറുതായിട്ട് നമുക്ക് പീസാക്കി എടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ നമ്മുടെ മുളക് ചെറുതായിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ഈ പുളിവെള്ളം ഇവിടെ നിങ്ങൾക്ക് കാണാം. പുളിവെള്ളം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി പോലെ തോന്നാം. അപ്പോൾ എന്നാൽ നേരത്തെ ഒരുപാട് തിക്കായതുകൊണ്ട് ഞാൻ ഒരു അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു. എങ്കിൽ പോലും നല്ല തിക്കാണ്. ഈ രീതിയിൽ നമുക്ക് കിട്ടണം കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇതിൻ്റെ അകത്ത് കുരു പൂർണ്ണമായിട്ട് നമ്മൾ കളയുക, അത് മസ്റ്റാണ്. അത് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോഴത്തേന് നമുക്ക് കുരുവൊക്കെ നമ്മൾ കടിക്കും. ബാക്കിയുള്ള സാധനങ്ങൾ, പുളിയുടെ സാധനങ്ങളിൻ്റെ അത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു പാൻ എടുക്കാം. ആ പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിക്കാം. ഈ എണ്ണയ്ക്ക് ഒരു പ്രത്യേകത, സാധാരണ നമുക്കറിയാവുന്ന നല്ലെണ്ണയാണ് അച്ചാറിന് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഉണ്ടാക്കുന്ന മുളക് അച്ചാറിന് ഏറ്റവും ഉത്തമം ഒരു നല്ലെണ്ണ തന്നെയാണ്. ഇനി നല്ലെണ്ണ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ മറ്റെണ്ണയോ ഉപയോഗിക്കാം. പക്ഷേ നല്ലെണ്ണയാണ് പ്രത്യേകിച്ച് ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കൊരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് സാധാരണ കറിക്കിടുന്നതിൽ കൂടുതലായിട്ട് കടുകിടാൻ ശ്രമിക്കുക. കടുക് ഇതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരല്പം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഉലുവയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു കറിവേപ്പില നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്ത ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഈ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ തിക്കാക്കി എടുത്തേക്കുന്ന ഈ പുളിവെള്ളം